പോലീസ് ആരും കയറ്റാതിരിക്കുകയും ഒരു ഫാന് ലൈറ്റ് ഇല്ലാത്ത റൂമിൽ അടച്ചുപൂട്ടിയിരിക്കുകയും ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു കൊണ്ടുവന്നേ സാറേ അത് ഒന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ റൂമിൽ ഡോക്ടറെ കൊണ്ടുപോകാനുണ്ടായത്. ഒരാളുടെ ജീവനാണ് ഇവിടെ ഒന്നുമില്ല. ഡോക്ടർ എന്താ പറയുക റെഫർ ചെയ്യണം, 1 മിനിറ്റ് ആ റൂമിലേക്ക് മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ഇവിടെ ഗുണ്ടായിസം കളിച്ചതാണ്. പരിശോധന കൃത്യമായി നടന്നില്ല. അത് ഇനി ജയിലധികൃതരും ജയിൽ ഇവരാണ് നോക്കണം. നിങ്ങളെല്ലാം ജയിലിൽ അവിടെ വേണം മനുഷ്യാവകാശം ഉറപ്പിക്കാൻ. കാരണം ഞങ്ങൾ ഒരു 100 ആഴ്ചയായി പറയുന്നത് ഇറങ്ങി പോരുമ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറോട് ഞങ്ങൾ രണ്ടാമത് പറഞ്ഞു ഡോക്ടറെ ഒന്നുകൂടെ പരിശോധിക്കണം, രണ്ടാമത്തെ ECG എടുക്കണമെന്ന് പറഞ്ഞു. ഡോക്ടർ രണ്ടാമത്തെ ECG എടുത്ത് റെഫർ ചെയ്യാൻ നോക്കുമ്പോഴാണ് പോലീസുകാർ ആരും കാണാതെ രണ്ടാമത്തെ ഡോർ തുറന്ന് ഗുണ്ടായിസം കളിച്ച് കൊണ്ടായത്. ആദ്യം എടുത്ത ECGയിൽ ചെറിയ വേരിയേഷനെ കാണുന്നുള്ളൂ. രണ്ടാമത്തെ എടുക്കാൻ വേണ്ടി ഡോക്ടർ തയ്യാറായി വന്നതാ. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എനിക്കറിയില്ല, ഇനി ഉദ്യോഗസ്ഥർ ഇടപെടേ ശരിയാവുള്ളൂ. കാരണം ഇത് ശരിയുള്ള ഏർപ്പാടില്ല, മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ അതായത് കോടതി അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ കൃത്യമായ ഡയറക്ഷൻ കൊടുത്തതാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറെ കൊണ്ട് കാണിച്ച് സാക്ഷ്യപ്പെടുത്തി കൊണ്ടുപോകണമെന്നുള്ളത്. പക്ഷെ അതുപോലും പാലിക്കപ്പെട്ടിട്ടില്ല. ഇവിടുന്ന് പോലീസിന്റെ ഗുണ്ടായിസമാണ് നടന്നത്. ഇത് കൃത്യമായി ഏതോ വാർത്ത വളച്ചൊടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചന ഭാഗമാണെന്ന് ഞങ്ങൾ ഇപ്പൊ കാക്കനാട് ജയിലിലേക്ക് ഉണ്ടായിരുന്നു.